നമസ്കാരം, ഞാൻ ഡോക്ടർ പത്മശ്രീ KM, ആയുർവേദ ഡോക്ടർ, സർവാംഗ ആയുർവേദ മുട്ടത്തറ, യോഗ ഇൻസ്ട്രക്ടർ, ഫാറ്റ് ലോസ് യോഗ ശ്രീവരാഹം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഡിസ്ക് ബൾജുള്ള ഒരാൾക്ക് എന്തൊക്കെ സേഫായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ഡിസ്ക് ബൾജൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള നടുവേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് യോഗ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഇവർക്ക് കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രൊലാപ്സോ അല്ലെങ്കിൽ ഒരു ഡിസ്ക് ബൾജ്, ഇപ്പോൾ L4 L5 ഇടയ്ക്ക് ഒരു ചെറിയ ബൾജുണ്ട് എന്ന് നിങ്ങൾ MRIയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സേഫായിട്ട് ചെയ്ത് പോകാൻ ഡെയിലി പറ്റുന്നതെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് നമുക്കറിയാം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫോർവേഡ് ബെൻസാണ് നമ്മളിതിൽ കൂടുതലായിട്ട് ഇവർക്ക് ഒഴിവാക്കുന്നത്. ഫോർവേഡ് ബെൻഡ് തീരെ പറ്റില്ല എന്നല്ല, ഭയങ്കരമായിട്ടുള്ള ഫുള്ളി പാദഹസ്താസനം പോലത്തെ സ്ട്രെച്ചസ് ഒന്നും അവർ ചെയ്യാൻ പാടില്ല. അവർക്കത് പെയിൻഫുള്ളായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്, കംപ്രഷൻ ഉണ്ട്, കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു സാധനങ്ങൾ മാത്രം ഒഴിവാക്കാൻ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കണം. ഫോർവേഡ് ബെൻസ് സീറ്റഡ് ആയിരുന്നാലും നിന്നിട്ടുള്ളതായിരുന്നാലും, നിന്നിട്ടുള്ളതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ബാക്കിയുള്ള നമുക്ക് സേഫായിട്ട് അവർക്ക് പെയിൻ റിലീസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെയിൻ മാറ്റാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് ആസനങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് നിന്നിട്ടുള്ള ആസനങ്ങളിലാണെങ്കിൽ താടാസനം വരും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ബെൻഡ് പൊസിഷൻസ് ഒന്നും ചെയ്യത്തില്ല. അതുപോലെ ഇത് മുകളിലോട്ട് കൈകൾ സ്ട്രെച്ച് ചെയ്യുന്നൊരു പൊസിഷനാണ്. അപ്പോൾ താടാസനം അത് വരും. അതുപോലെ തന്നെ ഇത് കൗണ്ടറായിട്ട് പാദഹസ്താസനത്തിന് ചെയ്യുന്നത് അർദ്ധ കടി ചക്രാസനമാണ്. നമ്മൾ ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുന്നൊരു പോസാണ്, ഇടുപ്പിൽ കൈ വെച്ചിട്ട് ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുന്നൊരു പോസാണ്, അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഉഷ്ട്രാസനം, നമ്മൾ ക്യാമൽ പോസ് പറഞ്ഞിട്ടു, അതിൻ്റെ ഹാഫും ചെയ്യാൻ പറ്റും. അതായത് കൈ വെച്ചിട്ട് ബെൻഡ് ചെയ്യുന്ന പോസും ചെയ്യാം, ഫുള്ളി ഹീലിൽ ടച്ച് ചെയ്തിട്ട് ചെയ്യുന്ന ആ ഒരു പോസ് അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കമന്ന് കിടന്നിട്ടുള്ളതാണെങ്കിൽ കോബ്ര പോസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഭുജംഗാസനം എന്ന് പറയും, പാമ്പ് പത്തി വിടർത്തിയിരിക്കുന്ന പോലെയുള്ള പോസ് ചെയ്യാം. അതുപോലെ ബോ പോസ്, ധനുരാസനം നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മലർന്ന് കിടന്നിട്ടുള്ളതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പവനമുക്താസനം. അതായത് നമ്മൾ രണ്ട് കാലുകളും കൂട്ടി ചെസ്റ്റിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ കെട്ടിപ്പിടിക്കുക, എന്നിട്ട് മൂക്ക് അല്ലെങ്കിൽ നെറ്റി മുട്ടിക്കുക എന്നുള്ള ആ പോസൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പോസസ് ഞാൻ എങ്ങനെയാണെന്ന് ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ആ ഒരു നടുവേദന ചെറുതായിട്ടൊന്ന് റിലീസ് ചെയ്ത് വിടാൻ പറ്റും. അപ്പോൾ മാക്സിമം എന്നും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. സ്ട്രെയിൻ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രീത്ത് നോർമൽ ആയിരിക്കണം. അതുപോലെ വളരെ സ്ലോ ആയിട്ട് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫാസ്റ്റായിട്ടൊന്നും ഒരു കാര്യങ്ങളും യോഗയിൽ നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടും ബ്രീത്ത് കൺട്രോൾ, അതായത് ബ്രീത്ത് നല്ല സ്ലോ ആയിട്ടും നല്ല സമാധാനത്തോടു കൂടി ചെയ്യാൻ നോക്കുക. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സ്ട്രെയിൻ ചെയ്ത് ഫേസ് ഇങ്ങനെ ഡള്ളാവുന്ന രീതിയിലൊന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇതിനെ ക്യാമൽ പോസ് അല്ലെങ്കിൽ ഉഷ്ട്രാസനം എന്നാണ് പറയുന്നത്. പതിയെ മുട്ടിലിങ്ങനെ എണീറ്റ് നിൽക്കാം. ഇനി ഇത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു ബിഗിനർ വേർഷൻ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളിങ്ങനെ നിന്ന ശേഷം നേരത്തെ നമ്മൾ അർദ്ധ കടി ചക്രാസനം ചെയ്തു, അതേപോലെ ഇടുപ്പിലിങ്ങനെ കൈ പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ എൽബോസ് ബാക്കിലോട്ട് ഇങ്ങനെ ആക്കണം. എന്നിട്ട് പതുക്കെ ഹിപ്പിനെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുക. പതിയെ തിരിച്ചു വരാം. ഇനി ഫുള്ളായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പതുക്കെ നമുക്ക് കൈകളിങ്ങനെ കൊണ്ടുപോയി ഈ ഒരു കാലിൻ്റെ ഈ ഒരു പൊസിഷനിൽ പിടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റേ കൈയും കൊണ്ടുവരിക. അതുപോലെ ഇങ്ങനെ പിടിക്കാൻ നോക്കുക. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. തിരിച്ചതുപോലെ തിരിച്ചു വരിക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഉഷ്ട്രാസനം എന്ന് പറയുന്നത്, ക്യാമൽ പോസ് എന്ന് പറയും. അപ്പോൾ ഇതിന്ന് നമ്മളിപ്പോൾ ഒരു ബാക്ക് ബെൻഡാണ് ചെയ്തത്, അതുകൊണ്ട് നമ്മൾ ഇതിനൊരു കൗണ്ടർ ചെയ്യുന്നുണ്ട്. അത് ബാലാസനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബാലാസനത്തിൽ കൈ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു വേർഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പതുക്കെ ഇങ്ങനെ കാല് ബട്ടക്സ് ഹീലിൽ ടച്ച് ചെയ്ത് ഇരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് പതിയെ ബെൻഡ് ചെയ്ത് നമ്മുടെ വയറ് പതിഞ്ഞ്
തൈസിലിരിക്കുന്ന രീതിയിൽ വേണം ഇരിക്കാൻ. ഇങ്ങനെ പോവാം. ഇപ്പോഴും ബ്രീത്ത് നോർമൽ തന്നെ ആയിരിക്കണം. പതിയെ തിരിച്ചു വരാം. റിലീസ് ചെയ്യാം. ഭുജംഗാസനമാണ്, അതായത് കോബ്ര പോസ്. അതിനുവേണ്ടി നമ്മുടെ ഫോർഹെഡ് മാറ്റിൽ പ്ലേസ് ചെയ്യാം. കൈകൾ സൈഡിൽ കൊണ്ടുവരാം. ഷോൾഡറിൻ്റെ അടിയിൽ ചെസ്റ്റിനടുത്തായിട്ട് കാലുകൾ ചേർത്ത് വയ്ക്കണം. ഫോർഹെഡ് താഴെ വയ്ക്കാം. പതിയെ എൽബോസ് ബോഡിയോട് ചേർന്നിരിക്കണം. ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇങ്ങനെ വെളിയിലോട്ട് ഇരിക്കാൻ പാടില്ല, ചേർന്ന് തന്നെ ഇങ്ങനെ ഇരിക്കണം. ഇനി പതിയെ ഹെഡും ചെസ്റ്റും അപ്പ് ചെയ്ത് കൊടുക്കാം. മുകളിലോട്ട് നോക്കണം. ബ്രീത്ത് നോർമലായിരിക്കണം. അതുപോലെ തിരിച്ച്. ഇനി നിങ്ങൾക്ക് വേറെ ഒരു വേർഷനും കൂടെ ചെയ്യാം. കാല് ചെറുതായിട്ടൊന്ന് അകത്തി വെച്ച ശേഷം ഇതേ പൊസിഷനിൽ നിന്ന് ഫുള്ളായിട്ടിങ്ങനെ അപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ലോവർ ആബ്സ് വരെയും സ്ട്രെച്ച് ആവുന്നുണ്ടായിരിക്കും. ബ്രീത്ത് അഗെയിൻ നോർമലായിരിക്കണം. വീണ്ടും പതിയെ തിരിച്ച് പോകും. നമ്മൾ പവന മുക്താസനമാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം അതിൻ്റെ ഹാഫ് വേർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കാല് ആദ്യം റൈറ്റ് ലെഗ് മെല്ലെ ഒന്ന് ഉയർത്താം. പതിയെ ചെസ്റ്റിലോട്ട് കൊണ്ടുവരാം. 2 കൈകൾ കൊണ്ട് ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക. അതൊക്കെ ചെസ്റ്റിലോട്ടൊന്ന് ടൈറ്റൻ ചെയ്യുക. ബ്രീത്ത് നോർമലായിരിക്കണം. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പതുക്കെ നെറ്റി അല്ലെങ്കിൽ മൂക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. സ്ലോലി റിലീസ് ചെയ്യുക. അതേപോലെ കാല് ഉയർത്തി തിരിച്ച് കൊണ്ടുവരിക. അതേപോലെ അടുത്ത കാല് അപ്പ് ചെയ്യുക, ബെൻഡ് ചെയ്യുക, ഇൻ്റർലോക്ക് ചെയ്യുക, അപ്പ് ചെയ്യുക. സ്ലോലി ഹെഡ് ഡൗൺ. പതിയെ കാല് ഉയർത്തി തിരിച്ച് ഇറക്കാം. ഇനി ഇതിൻ്റെ ഫുൾ വേർഷനാണ് പവന മുക്താസനം. 2 കാല് ഉയർത്തണം, മടക്കി ചെസ്റ്റിലോട്ട് കൊണ്ടുവരിക, കെട്ടിപ്പിടിക്കുക, മുട്ടിക്കാൻ ശ്രമിക്കുക. ഹെഡ് പതുക്കെ തിരിച്ച് വയ്ക്കുക. കൈ റിലീസ് ചെയ്യുക. പതുക്കെ കാലുകൾ ഉയർത്തി തിരിച്ച് ഇറക്കുക. നന്നായിട്ട് ബ്രീത്ത് എടുത്ത് വിടുക. ഒരിക്കലും ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഡിസ്ക് ബൾജിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഡെയിലി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപോലത്തെ ഡിസ്ക് ബൾജിൻ്റെ ഇഷ്യൂസോ നടുവേദന പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. എല്ലാവരും യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ശീലമാക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് യോഗേനെ കാണുക. അതായത് നമ്മൾ ഡെയിലി റുട്ടീൻ, നമ്മൾ എന്നും കുളിക്കുന്നു, പല്ല് തേക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത്. അതിനെ ഒരു ഉപേക്ഷ വിചാരിക്കരുത്. എന്നും ചെയ്യാൻ നോക്കുക. ഹെൽത്തി ആയിട്ട് ജീവിക്കുക.